യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. പള്ളികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും പുരോഗമിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ദുഃഖവെള്ളി ആചരണം. മാനവ വിമോചനത്തിനായി യേശുക്രിസ്തു കാൽവരിയിൽ കുരിശുമരണം വരിച്ചതിന്റെ സ്മരണയാണ് വിശ്വാസികൾക്ക് ദുഃഖവെള്ളി. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ കുരിശിന്റെ വഴി. എറണാകുളം കോലഞ്ചേരി ക്വീൻ മേരീസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി തിരുക്രമങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംയുക്ത കുരിശിന്റെ വഴി ചടങ്ങുകൾക്ക് കർദിനാൾമാർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ എന്നിവർ നേതൃത്വം നൽകി. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, തൊഴിലും തീരവും ആഴക്കടൽ മത്സ്യ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കടൽ മണൽ ഖനനത്തിനെതിരെ പോരാടുന്ന തീരദേശ ജനത, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ആചരണത്തിന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം മണർക്കാട് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ നേതൃത്വം നൽകി. മലയാറ്റൂരടക്കം സംസ്ഥാനത്തെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് കുരിശുമല കയറ്റത്തിനായി എത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.